മറ്റ് വിശ്വാസികൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാത്ത ആരും ആ കവാടത്തിലൂടെ കയറുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നോമ്പെന്തിന്? സ്വർഗം ലഭിക്കാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് അടുക്കാൻ, സ്വർഗം നേടാനാണ് പരിശുദ്ധ റമളാനിനെ ഈ രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇൻഷാ അല്ലാഹ് റയ്യാനിലൂടെ കയറണം, നമുക്ക് സ്വർഗം ലഭിക്കണം. എന്നിട്ട് ആനന്ദത്തോടുകൂടി എല്ലാ മലക്കുകളുടെ എല്ലാ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി ഇൻഷാ അല്ലാഹ് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. 8 കവാടങ്ങളിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവേശിക്കുവാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു സൗഭാഗ്യം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വാതിലിൻ്റെ പ്രത്യേകത? അതിന് 2 പൊളികളുണ്ട്. അതിലൊരു പൊളിയുടെ പ്രത്യേകത എന്താണ്? ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബൈന മക്ക വ ബസ്വറ, മക്കയും ബസ്വറയും എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ, എത്ര അകലമുണ്ടോ അത്രയും വിശാലമാണ് ആ വാതിലിൻ്റെ ഒരു പൊളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. 8 കവാടങ്ങളിലുള്ളതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദറജകൾ ആ സ്വർഗത്തിലുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലെ യുവാക്കളിൽ നിന്ന് സ്വർഗത്തിൽ നേതാവായിരിക്കും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലെ മധ്യവയസ്കരിൽ നിന്ന് ആ പരലോകത്ത് സ്വർഗത്തിൽ നേതാക്കന്മാരായിരിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും എന്ന്. അതുപോലെ തന്നെ ദുനിയാവിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കളായിരിക്കും, സയ്യിദാത്തുകളായിരിക്കും ഖദീജ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ മറിയം ബിൻത്ത് ഇമ്രാൻ അതുപോലെ തന്നെ ആസിയ ബിൻത്ത് മുസാഹിം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദറജകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കവാടങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ച ആ സ്വർഗ്ഗം ലഭിക്കുവാനാണ് നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സ്വഹാബി വരുന്നു, ചോദിക്കുന്നു, ദുല്ലനി അലാ അമലി യുഖർരിബുനി മിനൽ ജന്ന, പ്രവാചകരെ എനിക്കൊരു കർമ്മം താങ്കൾ അറിയിച്ചു തരണം. എന്താണ് ആ കർമ്മത്തിൻ്റെ പ്രത്യേകത? ആ കർമ്മം ചെയ്താൽ എന്തായിരുന്നാലും അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് എന്നെ അകറ്റുകയും ചെയ്യുന്ന ഒരു കർമ്മം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്ക്, ഫഇന്നഹു ലാ മിസ്ല ലഹു, നോമ്പിന് തത്തുല്യമായി ഒരു പ്രവർത്തനമില്ല. സ്വർഗത്തിലേക്ക് ഇത്ര കണ്ട് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ എല്ലാ നിലക്കും അകറ്റുന്ന ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം വേറെയില്ല. അതുകൊണ്ട് അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അവിടെയും നോമ്പിനെ സ്വർഗപ്രവേശനവും നരകമോചനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അസ്സിയാമു ജുന്ന, നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. വഹിസ്നുൻ ഹസീനും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഒരു സംരക്ഷണ കോട്ടയാണ് നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് റമളാൻ എന്ന് പറഞ്ഞാൽ നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും വലിയ സന്ദേശവും ആദർശവുമാണ് ഈ പരിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്നത്. ഇന്നാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത് എന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സ്വർഗം കിട്ടണം ഇൻഷാ അല്ലാഹ്. ഈ പരിശുദ്ധ റമളാനിൽ ജീവിക്കുവാനും അതിനെ ഉപയോഗപ്പെടുത്തുവാനും സാധിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ലഭിക്കണം, അതൊരാഗ്രഹമായിരിക്കണം, അതിനനുസരിച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കണം, സൽക്കർമ്മങ്ങൾ ആ രൂപത്തിൽ ക്രമീകരിക്കാൻ തർത്തീബ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് അവർണ്ണനീയമാണ്, ആസ്വാദനങ്ങളുടെ സങ്കേതമാണ് സ്വർഗമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ഇരിക്കുന്ന സ്വഹാബികളോട് പറയാണ്, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ കുറച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ലദുഹിക്തും ഖലീലൻ വലബഖൈതും കസീറ, ഒരുപാട് നിങ്ങൾ ജീവിതത്തിൽ കരയും. നിങ്ങൾ ഉറങ്ങുന്ന പുതപ്പൊക്കെ വിട്ട്, നിങ്ങളുടെ ആസ്വാദനത്തിൻ്റെ അറകളൊക്കെ വിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് മരുഭൂമിയിൽ നിന്ന്, വിജനമായ സ്ഥലത്ത് നിന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് അഭയം തേടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. കാരണം എന്താ? പ്രവാചകൻ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, സ്വഹാബികളുടെ കൂട്ടത്തിൽ അഥവാ ഇത് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, സ്വഹാബികളൊക്കെ മുഖം പൊത്തിപ്പിടിച്ചത്. എന്നിട്ട് കൊച്ചു കുട്ടികൾ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാത്ത സമയത്ത് ചെറിയൊരു ശബ്ദം ഉണ്ടാക്കി കരയില്ല, അതുപോലെ സ്വഹാബത്ത് സങ്കടപ്പെട്ട് പ്രവാചകന്റെ സദസ്സിലിരുന്ന് കരഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നരകം അതങ്ങനെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സമയം കരയുകയും കുറച്ച് സമയം മാത്രമേ ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. എന്താണ്? നരകം ഇങ്ങനെയാണെങ്കിൽ സ്വർഗം എന്തായിരിക്കും?
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരകം ഈ രൂപത്തിലാണെങ്കിൽ സ്വർഗം ലഭിച്ചാൽ എന്തായിരിക്കും? ആസ്വാദനങ്ങളുടെ തീർത്തും അനുഭൂതികളുടെ ഒരു സങ്കേതമാണ്. ദുനിയാവിൽ അള്ളാഹു പറഞ്ഞ അതിർവരമ്പുകളെ അതിനെ കൃത്യമായിട്ട് പാലിക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവിൻ്റെ അനുഭൂതികളുടെ ആസ്വാദനങ്ങളുടെ സങ്കേതമാണ് സ്വർഗമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പരലോകത്ത് യുഅ്താ ബി അൻഉമി അഹ്ലി ദുനിയ മിൻ അഹ്ലിൻ നാരി യൗമൽ ഖിയാമ. പരലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ മനുഷ്യൻ്റെ പ്രത്യേകത, ആ മനുഷ്യൻ നരകത്തിൻ്റെ ഉടമയാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? ദുനിയാവിൽ ആ മനുഷ്യന് ദുനിയാവ് പടച്ചവനോട് തുറന്നു കൊടുത്തു. എല്ലാ നിലക്കും ദുനിയാവിൽ എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ചൊരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. എന്നിട്ട് ഹദീത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ്: ഫയുസ്ബഗു ഫി ജഹന്നമ സ്വബഗതൻ. സ്വബഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മുക്കുക എന്നാണ്. സ്വബഗ എന്ന് പറഞ്ഞാൽ ഗമസ, മുക്കുക. ആ മനുഷ്യനെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് പുറത്തു കൊണ്ടെടുക്കും. അഥവാ നരകത്തിൽ ചെറിയൊരു കാഴ്ച കാണിച്ചു കൊടുത്ത് പുറത്തു കൊടുക്കും. എന്നിട്ട് മലക്ക് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറുൻ ഖത്തുൻ. ആദമിൻ്റെ പുത്ര, നീ ദുനിയാവിൽ എന്തെങ്കിലും സുഖങ്ങൾ അനുഭവിച്ചിരുന്നോ? അൽ മർറ ബിക നഈമുൻ ഖത്തുൻ. എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് എന്തെങ്കിലും സുഖം ദുനിയാവിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, ഫയഖൂലു. ആ മനുഷ്യൻ പറയണേ, ലാ വല്ലാഹി യാ റബ്ബി, എൻ്റെ റബ്ബേ എനിക്കൊന്നും ഓർമ്മയില്ല. അഥവാ എല്ലാ ആസ്വാദനങ്ങളും ദുനിയാവിൽ അനുഭവിച്ചൊരു മനുഷ്യൻ ഒന്ന് നരകത്തിൽ മുക്കി പുറത്തേക്ക് എടുത്തിട്ട് ചോദിക്കുകയാണ്, ദുനിയാവിൽ എന്തെങ്കിലും സുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, പടച്ചോനെ എനിക്ക് ദുനിയാവിൽ അനുഭവിച്ച ഒരു സുഖം എനിക്ക് ഓർമ്മയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു വേള മുക്കി പുറത്തേക്ക് എടുത്തപ്പോഴുള്ള അവസ്ഥയാണെങ്കിൽ യുഗങ്ങളോളം നരകത്തിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലാകേണ്ട അവസ്ഥ എനിക്ക് നിങ്ങൾക്കൊക്കെ വന്നാൽ നമ്മുടെ ഈ ദുർബല ശരീരത്തിന് സഹിക്കൂലത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ഹദീസിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്: ഒരു മനുഷ്യനെ കൊണ്ടും വൈ ഉത്താബി അഷദ്ദിൻ നാസി ബൂസ. ദുനിയാവിൽ നല്ല പ്രയാസം സഹിച്ചൊരു മനുഷ്യനെ കൊണ്ടുവരും. ദീനിന് വേണ്ടി, തൗഹീദിന് വേണ്ടി നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സഹപാഠികളോട്, സഹജീവികളോട്, സ്വന്തം ഭാര്യയോട് പോലും പങ്കുവെക്കുവാൻ സാധിക്കാത്ത പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രയാസങ്ങൾ കടിച്ചമർത്തി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, തൗഹീദുണ്ടെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ, സ്വർഗത്തിൻ്റെ ഉടമകളാണെങ്കിൽ, നാളെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ ഇതേ അവസ്ഥ ആ മനുഷ്യൻ അഥവാ സ്വർഗത്തിൻ്റെ ആളാണ്, സ്വർഗത്തിലേക്ക് ശാശ്വതനായി അവനെ പ്രവേശിപ്പിക്കപ്പെടുന്നില്ല. ഫയുസ്ബഗു ഫിൽ ജന്നത്തി സ്വബഗതൻ. ആ മനുഷ്യനെ സ്വർഗത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് മലക്ക് ചോദിക്കും, യബ്നാദം ഹൽ റഅയ്ത ബൂസൻ ഖത്തുൻ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ആരോടാണ് ഇത് ചോദിക്കുന്നത്? ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച ഒരു മനുഷ്യരോടാണ് ചോദിക്കുന്നത്. ഈ സമയത്ത് ആ മനുഷ്യൻ പറയും, ഫയഖൂലു ലാ വല്ലാഹി. പ്രിയപ്പെട്ടവർ, ഇതൊരു കഥല്ല, വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറയണം. പടച്ചോനെ നീ തന്നെയാണ് സത്യം. മാ മർറ ബി ബൂസുൻ ഖത്തുൻ. എനിക്കൊന്നും ഓർമ്മയില്ലാന്ന്. ഈ സ്വർഗ്ഗമാണ് എനിക്ക് ലഭിക്കാനുള്ളത് എങ്കിൽ ഈ സ്വർഗമൊന്ന് കണ്ടപ്പോഴേക്കും റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു പ്രയാസം എനിക്ക് ഓർമ്മയില്ല. വല റഅയ്തു ഷിദ്ദ ഖത്തുൻ. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു മുസീബത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സ്വർഗം കണ്ടപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ വേദനകളും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ച് ഖാലിദീന ഫീഹ, നിത്യവാസികളെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചാൽ എന്തായിരിക്കും? അതുകൊണ്ടാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ആസ്വാദനങ്ങളുടെ, അനുഭൂതികളുടെ സങ്കേതമാണ് സ്വർഗം. മറ്റൊരു ഹദീത്തിൽ കാണാം, ഏറ്റവും അവസാനം, പലപ്പോഴും നമ്മളൊക്കെ കേട്ടൊരു ഹദീത്താണ്, ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ആ മനുഷ്യൻ്റെ വ്യത്യസ്ത രൂപത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ ഹദീത്ത് വന്നിട്ടുണ്ട്. അഥവാ ഏറ്റവും അവസാനം നരകത്തെ രക്ഷപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത്, ഇന്നി ലാ അഅലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ വ ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല. എനിക്കൊരാളറിയാം. അഥവാ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും അവസാനം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുന്ന ഒരാളെ എനിക്കറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിട്ട് ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? റജുലും യഖ്റുജു മിനന്നാരി കബുവ. ആ മനുഷ്യൻ നരങ്ങി വേച്ചിട്ടാണ് ആ മനുഷ്യൻ സ്വർഗത്തേക്ക് എത്തുന്നത്. അഥവാ ഏറ്റവും അവസാനം സ്വർഗത്തേക്ക് എത്തുന്ന ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? കബുവൻ. കബു എന്ന് പറഞ്ഞാൽ നിലത്ത് ഏഞ്ഞ്
വേച്ച് ആ മനുഷ്യൻ സ്വർഗത്തേക്ക് എത്തുക. പ്രിയപ്പെട്ടവർ, ഏറ്റവും ചുരുങ്ങിയത് അതിലെങ്കിലും ഹദീത്ത് പരിശോധിക്കും, അതിലും ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മെപ്പോലുള്ള ഭാഗ്യം കെട്ടവർ വേറെ ആരുമില്ല. കാരണം എന്താ? തൗഹീദ് പഠിക്കാൻ പറ്റി, തൗഹീദിൻ്റെ സന്ദേശം പുൽകാൻ സാധിച്ചു, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ എല്ലാ ആസ്വാദനങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് പരലോകത്തെത്തുന്ന സമയത്ത് ഇതും കിട്ടിയിട്ടില്ലെങ്കിലോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫയഖൂലുല്ലാഹ്, എങ്ങനെ മനുഷ്യൻ സ്വർഗത്തേക്ക് എത്തണമെന്ന് ചോദിച്ചാൽ അള്ളാഹു പറയും ഇദ്ഹബ്, നീ പൊയ്ക്കോ, ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തേക്ക് പൊയ്ക്കോ എന്ന് പറയും. അതിന് മുമ്പ് ഇമാം ബുഖാരി ധരിച്ച സുദീർഘ മറ്റൊരു ഹദീത്തിലുണ്ട്. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അരികെ വരെ വന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? പഠിച്ചോനെ, ഒന്ന് സ്വർഗത്തു നിന്ന് പുറത്താക്ക് റബ്ബേ, എനിക്ക് നൗദുബില്ല നരകത്തു നിന്ന് തന്നെ പുറത്താക്ക് റബ്ബേ. നരകത്തിലാണ് ഈ മനുഷ്യൻ ആദ്യം ഉണ്ടായിരുന്നത്. നരകത്തിൻ്റെ വാതിൽ വരെ വന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, നരകത്തു നിന്ന് പുറത്താക്കണം, സ്വർഗത്ത് പോകണ്ട. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് കരാറ് വാങ്ങുന്നു. ആ കരാറ് എന്താണ്? നരകത്തു നിന്ന് പുറത്താക്കാം. ആ മനുഷ്യൻ നരകത്ത് നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറയും, പടച്ചോനെ, സ്വർഗവാസികളുടെ ആസ്വാദനങ്ങളും അവരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വർഗം കാണാൻ പൂതിയാണ്, എനിക്ക് സ്വർഗത്ത് പോകണ്ട, എനിക്ക് സ്വർഗം ഒന്ന് കാണിച്ചുകൊണ്ടെന്ന് പറയും. അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിൽ വരെ കൊണ്ടുപോകും. വാതിലിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് സ്വർഗം കാണുന്ന സമയത്ത് വർഷങ്ങളോളം സുജൂദിൽ കിടന്നിട്ട് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കും, സ്വർഗത്ത് പോകണമെന്ന് പറയുന്നത്. അവസാനം സ്വർഗത്ത് പോവും, ആ മനുഷ്യനെ സ്വർഗത്തിലേക്കാക്കും. ഈ സമയത്ത് ഹദീത്തിലുള്ളത് മറ്റ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച, അതേപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: ആ മനുഷ്യന് സ്വർഗത്തേക്ക് പഠിച്ചും കയറാൻ പറയുന്ന സമയത്ത് ആ മനുഷ്യൻ സ്വർഗത്തേക്ക് പോണ സമയത്ത് ആ മനുഷ്യന് തോന്നും ഫയുഖയ്യിലു ഇലൈഹി അന്നഹ മൽഅ, സ്വർഗം ഇങ്ങനെ നിറഞ്ഞു കിടക്കാൻ തോന്നും, എനിക്ക് ഇനി ഇതിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നും. തിരിച്ച് അള്ളാഹിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പഠിച്ചോനെ സ്വർഗം നിറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. വജത്തുഹ മൽഅ, സ്വർഗം നിറഞ്ഞതായി എനിക്ക് അനുഭവപ്പെട്ടു റബ്ബേ. വീണ്ടും അള്ളാഹ് പറയാണ്, നീ പോ, സ്വർഗത്തേക്ക് പോകുന്ന പറയാം. അങ്ങനെ മനുഷ്യൻ വീണ്ടും സ്വർഗത്തേക്ക് പോവാം. സ്വർഗത്തേക്ക് എത്തുന്ന സമയത്ത് ഫയുഖയ്യലു ഇലൈഹി അന്നഹ മൽഅ, സ്വർഗം നിറഞ്ഞതായിട്ട് വീണ്ടും ആ മനുഷ്യന് തോന്നും, തിരിച്ചു പോകും. മൂന്നാമത്തെ പ്രാവശ്യം വരും. മൂന്നാമത്തെ പ്രാവശ്യം അള്ളാഹു പറയും, പിന്നെ നീ സ്വർഗത്തേക്ക് പോയിക്കോ, ഫഇന്നലക മിസ്ല ദുനിയ വഅശറ അംസാലിയ. സുബ്ഹാനല്ലാഹ്, നിനക്ക് ദുനിയാവിൻ്റെ അലങ്കാരവും മോടിയും എത്രയാണോ അതിൻ്റെ 10 ഇരട്ടി നിനക്ക് സ്വർഗത്തിലുണ്ടെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് തിരിച്ച് ചോദിക്കുകയാണ്, ഫയഖുൽ തസ്ഖറു മിനി, പടച്ചോനെ എന്തിനാണ് എന്നെ പരിഹസിക്കുന്നത്? കാരണം ആ മനുഷ്യൻ ചെയ്ത അവൻ്റെ തിന്മകളുടെ ബാഹുല്യം ആ മനുഷ്യനറിയാം. നരകത്തിൽ കരിഞ്ഞ് നരകത്തിൻ്റെ എല്ലാ യാതനകളും ഏറ്റുവാങ്ങിയത് ഈ മനുഷ്യനറിയാം. എന്നെപ്പോലുള്ള ഒരുത്തനിഞ്ഞ് ദുനിയാവിൻ്റെ 10 ഇരട്ടി എങ്ങനെയാണ് സ്വർഗത്ത് കിട്ടുക? എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തേക്ക് എത്തിയാൽ മതി എന്നാണ് ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് പടച്ചോനെ, നീ എന്നെ പരിഹസിക്കല റബ്ബേ. ഷക്കുറാവി അഥവാ ഇത് ഹദീത്ത് റിപ്പോർട്ട് ചെയ്ത റാവിക്ക് സംശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ എന്നെ കളിയാക്കി ചിരിക്കല്ലേ എന്നാണോ പരിഹസിക്കല്ല എന്നാണോ അറിയില്ല. അഥവാ ഔതലഹക്കു മിന്നി എന്ന് ആ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അഥവാ ഷക്കുറാവി, നീ എന്നെ കളിയാക്കി ചിരിക്കല്ലെന്ന് ഈ മനുഷ്യൻ പറയും. വാൻതൽ മലിക്, നീ രാജാധിപനാണ്, നീ രാജാവാണ്, നീ എന്നെ പരിഹസിക്കല്ല റബ്ബേ എന്ന് അവിടെ വെച്ചിട്ട് ആ മനുഷ്യൻ പറയണം. അപ്പം ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹിക അത്താ ബദത് നവാജിദഹു, അഥവാ ഈ മനുഷ്യൻ ഇത് പറയുന്ന സമയത്ത് അള്ളാഹു ചിരിക്കും അത്രേ. അള്ളാഹ് ചിരിച്ചിട്ട് പറയും, കയറിക്കോ എന്ന് പറയും സ്വർഗത്തേക്ക്. ഈ ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നബിയുടെ അണപ്പല്ല് കാണുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ട് സ്വഹാബികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയണം, വക്കാന യഖൂലു ദാക അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസിലൻ, ഇതാണ് ഒരു സ്വർഗവാസിക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ സ്ഥാനതാണ്. അഥവാ ദുനിയാവിൻ്റെ 10 ഇരട്ടിയും. സുബ്ഹാനല്ലാഹ്, ഒരു സ്വർഗവാസിക്ക് സ്വർഗത്ത് കിട്ടുന്ന എത്രയാണ്? ദുനിയാവും ഏറ്റവും ചെറിയ പദവി ഏതാണ്? ദുനിയാവിൻ്റെ 10 ഇരട്ടിയും. പ്രിയപ്പെട്ടവർ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, സഅല മൂസ റബ്ബഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കാണ്, മാ അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസില, പടച്ചോനെ സ്വർഗത്ത് പോവുകയാണെങ്കിൽ ഒരു സ്വർഗവാസിക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ പദവി എന്താണ്? അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹദീത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അഥവാ ദുനിയാവിൻ്റെ 10 ഇരട്ടി. എത്രയാണ് സഹോദരങ്ങൾ ദുനിയാവിൻ്റെ വലിപ്പം? ദുനിയാവിൽ എന്തൊക്കെ ആസ്വാദനങ്ങളുണ്ട്? അങ്ങനെയുള്ള 10 ദുനിയാവ് കിട്ടുന്നതിന് സമാനമാണ് സ്വർഗത്തിൽ ഏറ്റവും ചെറിയ പദവി, ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്നാമത്തെ സുംറത്തിൽ സ്വർഗത്തിലെത്തിയാലുള്ള സൗഭാഗ്യം എന്തായിരിക്കും? ഈ ചിന്ത ഈ പരിശുദ്ധ റമദാനിൽ ഉണ്ടായിരിക്കണം നമുക്ക്. അതിനായിരിക്കണം നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അതുപോലെ തന്നെ കച്ചവടത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ ഒരിടം കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എത്രത്തോളം അനുഭൂതിയാണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ ലഭിക്കുന്ന ആസ്വാദനത്തിൻ്റെയും അനുഭൂതിയുടെയും
ബാഹുല്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഷഹീദ്, ഒരു രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ കൊതിക്കുന്നൊരു കൊതിയുണ്ട്. സ്വർഗത്തിൽ ഒരു ഷഹീദ് കൊതിക്കുന്നൊരു കൊതിയുണ്ട്. ആരാ ഷഹീദ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് അറുകൊല ചെയ്യപ്പെട്ട ഒരു ഷഹീദിന് സ്വർഗം ലഭിക്കുന്ന സമയത്ത്, ആ ഷഹീദ് സ്വർഗത്തിലെത്തുന്ന സമയത്ത് ഫഇന്നഹു യതമന്ന, ആ ഷഹീദ് സ്വർഗത്തിലെ എല്ലാ ആസ്വാദങ്ങളും ഏറ്റുവാങ്ങുന്ന സമയത്ത് വീണ്ടും ആ ഷഹീദ് കൊതിക്കണം. എന്താ കൊതിക്കണേ? പടച്ചോനെ, എന്നൊന്ന് നീ മടക്ക്, എന്നിട്ട് 10 പ്രാവശ്യം നിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് 10 പ്രാവശ്യം മരണപ്പെടാൻ എനിക്ക് കൊതിയുണ്ട്. എന്താ കാരണം? ലിമാ യറാമിനൽ കറാമ, ഒരു പ്രാവശ്യം യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായതിൻ്റെ പേരിൽ ആ മനുഷ്യന് സ്വർഗത്തിൽ ലഭിച്ച ആദരവ് അനുഭവിച്ച് ആസ്വദിച്ച് ഏറ്റുവാങ്ങുന്ന സമയത്ത് ഇനിയും പോയി ഇനിയും യുദ്ധത്തിൽ പങ്കെടുത്ത് ഇനിയും ഷഹീദായാൽ ഇതിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടില്ല. 10 പ്രാവശ്യം എനിക്ക് കൊതിയുണ്ട് റബ്ബ്, ഒന്ന് മടക്കെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുജൂദ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ ഒന്നുമല്ല എന്ന് സ്വർഗം കിട്ടുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫിൽ ജന്നത്തി മാല ഐനും റഅത്ത്, ഒരു കണ്ണും കാണാത്തത് സ്വർഗത്തിലുണ്ട്. അത് തമാശയിൽ പോലും പൊള്ളു പറഞ്ഞിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരാളെയും പേടിപ്പിക്കാനൊന്നും പറയാറില്ല, ഒരാളെ ചിരിപ്പിക്കാനൊന്നും പറയാറില്ല, ഒരു സ്ഥാനം ലഭിക്കാനൊന്നും പറയാറില്ല. ദീനുമായി ബന്ധപ്പെട്ടതെല്ലാം വഹീൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഫിൽ ജന്നത്തി മാല ഐനും റഅത്ത്, ഒരു കണ്ണും കാണാത്തതും, വല ഉദുനും സമിഅത്ത്, ഒരു കാതും കേൾക്കാത്തത്, വല ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും വിഭാവനം ചെയ്യാം. നമ്മൾ എന്തൊക്കെ സ്വപ്നം കാണാറുണ്ട്, പക്ഷേ ഒരാൾക്കും സ്വപ്നം കാണാൻ സാധിക്കാത്തതാണ് സ്വർഗത്തിലുള്ളത്. ഇനി അതിനേക്കാൾ വലിയ വർണ്ണനവാണോ? എന്നിട്ട് ആയത്തോതി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഓരോ മനുഷ്യരും ചെയ്ത അമലുകൾക്കുള്ള ജസാ ആയിട്ട് കൺകുളിർമയുള്ള, എന്താ കൺകുളിർമ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ? കൺകുളിർമനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് കൺകുളിർമ എന്ന് പറഞ്ഞാൽ? കണ്ണിൽ നിന്നും 2 രൂപത്തിലാണ് നമ്മൾ കരയാറുള്ളത്, കണ്ണുനീര് വരാറുള്ളത്. ഒന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീരും, ഒന്ന് ദുഃഖത്തിൻ്റെ കണ്ണുനീരും. ദുഃഖത്തിൻ്റെ കണ്ണുനീരിന് ചൂടായിരിക്കും. ദുഃഖമുള്ള സമയത്ത്, കരയുന്ന സമയത്ത് ഒരിക്കലും കണ്ണിന് കുളിർമ കിട്ടൂല. അതുകൊണ്ടാണ് നബി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നമ്മുടെ ഭാര്യമാരിൽ നിന്നും ഇണകളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമെന്ന്. അഥവാ മകൻ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി കണ്ട് സന്തോഷത്തോടുള്ള കരച്ചിൽ, അതാണ് കൺകുളിർമ. അപ്പം കണ്ണിന് തണുപ്പായിരിക്കും. അപ്പോൾ സ്വർഗം കാണുന്ന സമയത്ത് ഇങ്ങനെ കൺകുളിർമായിരിക്കും. ആ കൺകുളിർമയുടെ സമയത്ത്, ആ സ്വർഗം ലഭിക്കുന്ന സമയത്ത് ഒരാളെ കണ്ണും കാണാത്തത്, കാതും കേൾക്കാത്തത്, ഹൃദയം കൊണ്ട് വിഭാവനം ചെയ്യാത്തത് സ്വർഗത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ യനാമു അഹ്ലുൽ ജന്ന, സ്വർഗക്കാർ ഉറങ്ങൂലാന്ന്. സ്വർഗക്കാർക്ക് ഉറക്കമുണ്ടാകൂലാന്ന്. കാരണം എന്താ? ആസ്വാദനങ്ങൾ അനുഭവിച്ച് ഏറ്റുവാങ്ങി അതിൽ ഉറങ്ങാൻ സമയം ഉണ്ടാവില്ലാന്ന്. അത്രയും ആസ്വാദനങ്ങളായിരിക്കും സ്വർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മത്തിൻ്റെ ബാഹുല്യം കൊണ്ട് ഒരാൾക്കും സ്വർഗം കിട്ടൂല. കർമ്മം എന്നുള്ളത്, സൽക്കർമ്മങ്ങൾ എന്നുള്ളത്, അത് ഒരുപാട് യോഗ്യതകളിൽ ഒന്ന് മാത്രമാണ് സൽക്കർമ്മം എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നിർവഹിക്കുന്ന നോമ്പും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ഒക്കെ നമ്മെ പരിഗണിക്കാനുള്ള ഒരു കാരണം മാത്രമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, വഅലമു, നിങ്ങൾ അറിയണം, അന്നഹു ലൻ യൻജു വാഹിദും മിൻകും ബി അമലിഹി, ഒരാളും ഒരാളുടെ കർമ്മം കൊണ്ട് രക്ഷപ്പെടില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, വല അന, ഞാനും രക്ഷപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. സ്വഹാബികൾ ചോദിക്കുകയാണ്, പ്രവാചകരെ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ എത്രയാണ്? രാത്രി നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധേനി. കാലിൽ നിന്ന് നീര് വരുമാറ്, വിണ്ട് കീറുമാറ്, നീര് വരുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റ് നിസ്കരിച്ചു. ദീനിനു വേണ്ടി, തൗഹീദിനു വേണ്ടി നാട് കടത്തപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതകാലത്ത് തന്നെ എല്ലാവരും മരണപ്പെടുകയാണ്. അതിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴിച്ച്. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മരണപ്പെടുകയാണ്. എല്ലാ രംഗത്തും പ്രയാസം സഹിച്ചു. ദീനിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച പ്രവാചകനോട് ചോദിക്കുകയാണ് സ്വഹാബികൾ, നിങ്ങൾ എത്ര കർമ്മം ചെയ്തിന്, അതുകൊണ്ട് സ്വർഗ്ഗമില്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ യതഗമ്മദിനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളലിൻ, അല്ലാഹുവിൻ്റെ ഫളലും റഹ്മത്തും എന്നെ മൂടി പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗം കിട്ടൂലെന്ന്. പ്രിയപ്പെട്ടവരെ, അത് ലഭിക്കണം. അതിനാണ് ഈ റമദാൻ. റമദാനിൻ്റെ ഓരോ സെക്കൻഡും ബറക്കത്താണ്. റമദാനിൻ്റെ ഓരോ സെക്കൻഡുകളിലും റഹ്മത്ത് ഇറങ്ങുന്ന, അള്ളാഹുവിൻ്റെ ഫളൽ ലഭിക്കുന്ന സമയങ്ങളാണ് ഈ പരിശുദ്ധ റമദാൻ. അത് നേടിയെടുക്കണം പ്രിയപ്പെട്ടവർ. കർമ്മങ്ങൾ എന്നത് യോഗ്യതകളിൽ ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, 60 കൊല്ലം മുസ്ലിമീങ്ങളായി ജീവിച്ചിട്ട് പരലോകത്ത് ചെല്ലുന്ന സമയത്ത് സ്വർഗത്തിൽ ഒരു ചാക്കുനൂല് വെക്കാനുള്ള സ്ഥലം എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, സ്വർഗത്തിൽ ഒരു ചെറിയ ചാട്ടവാർ വെക്കാനുള്ളൊരു സ്ഥലം കിട്ടിയാൽ
നിനക്ക് ദുനിയാവും അതിലുള്ളത് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുൽ നബിയെ, നീ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, മതാഉദ് ദുനിയ ഖലീലുൻ, ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളും വിഭവങ്ങളുമെല്ലാം അത് തുലം തുച്ഛമാണ്. വൽ ആഖിറത്തു ഖൈറുൻ ലിമൻ ഇത്തഖ, അല്ലാഹുവിനെ പേടിക്കുന്നവർക്ക് ഏറ്റവും ഖൈറ് പരലോകമാണ്. കാരണം തഖ്വയുള്ളവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് സ്വർഗം. ആ തഖ്വ നേടിയെടുക്കാനാണ് ഈ റമദാൻ പ്രിയപ്പെട്ടത്. ലഅല്ലക്കും തത്തഖുൻ, ഖുർആനിൻ്റെ 100 കണക്കിന് ആയത്തുകൾ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചു. 140-ലധികം സ്ഥലങ്ങളിൽ അതിൽ സ്വർഗം എന്ന് പേരുള്ള ജന്നത്തി എന്ന പദപ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗപ്പൊക്കെ തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗമെന്നത് എല്ലാ ആസ്വാദനങ്ങളോടുകൂടിയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. സ്വർഗവും നരകമൊക്കെ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അഖീദയുടെ ഭാഗമാണ്. സ്വർഗം നരകവും പരലോകം ഉണ്ടാകുന്നതിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്ന സാധനമല്ല. സ്വർഗവും നരകവും അള്ളാഹു ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചു സംവിധാനിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ട. സ്വർഗത്തെക്കുറിച്ച് ഒരു 15 കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിലൊന്ന് സ്വർഗവാസികളുടെ രൂപമാണ്. ഫഖുല്ലു മൻ യദ്ഖുലുൽ ജന്നത അലാ സൂറത്തി ആദം, സ്വർഗത്തിൽ പോകുന്ന എല്ലാവരുടെയും രൂപം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പോലെയായിരിക്കും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പോലെ 60 മുഴം നീളമുള്ള എല്ലാവരുടെയും പ്രകൃതം അങ്ങനെയായിരിക്കും. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഒന്നാമത്തെ സൃഷ്ടി. ഒരു ന്യൂനതയുമില്ലാത്ത, പോരായ്മയുമില്ലാത്ത, എല്ലാ നിലക്കും സൗന്ദര്യത്തിൻ്റെ മറുകുടമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപത്തിലായിരിക്കും സ്വർഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിലെത്തുന്ന സമയത്ത് ആദ്യമായി ലഭിക്കുന്ന ഭക്ഷണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിൻ്റെ കൂടെ ഒരു സദസ്സിലിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബറനി ബിഹി ജിബ്രീലു ആനിഫ, തൊട്ടു മുമ്പ് എന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അറിയിച്ചു. വ അമ്മ അവ്വലു തുആമിൻ യഅ്കുലുഹു അഹ്ലുൽ ജന്നതി, സ്വർഗത്തിലെത്തിയ സ്വർഗവാസികൾ ആദ്യമായി ഭക്ഷിക്കുന്നത് ഫസിയാദത്തു കബിദിൽ ഹൂത്തി, ഒരു മത്സ്യത്തിൻ്റെ കരളിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഭാഗം. അതായിരിക്കും സ്വർഗവാസികൾക്ക് ആദ്യമായി അള്ളാഹു ഭക്ഷിക്കാൻ കൊടുക്കുക. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗവാസികളുടെ മറ്റൊരു പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീത്തിൽ കാണാം, ഇന്ന അഹ്ലൽ ജന്നതി യഅ്കുലൂന ഫീഹാ, സ്വർഗത്തിലെത്തിയ സ്വർഗവാസികൾ യഥേഷ്ടം അവിടുന്ന് ഭക്ഷിക്കും. വൈശ്രബൂൻ, കുടിക്കും. എന്നാൽ വലാ യത്തുഫുലൂൻ, അവർ തുപ്പുകയില്ല. തുപ്പ എന്നുള്ളൊരു പ്രകൃതം സ്വർഗവാസികൾക്ക് ഉണ്ടാവില്ല. വലാ യബൂലൂൻ, അവർ മൂത്രമൊഴിക്കൂല. വലാ യതഗവ്വതൂൻ, അവർ കാഷ്ടിക്കുകയില്ല. വലാ യംതഖിതൂൻ, അതുപോലെ തന്നെ അവരുടെ മൂക്കിൽ നിന്ന് മറ്റു മാലിന്യങ്ങളുണ്ടാവും. പല സ്വഹാബികൾ ചോദിക്കണം, ഫമാ ബാലു ത്വആം, പ്രവാചകർ അവർ മൂത്രിക്കുകയില്ലെങ്കിൽ കാഷ്ടിക്കുകയില്ലെങ്കിൽ അവർ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ജുഷാഉൻ, അത് ഒരു ഏമ്പളക്കമാകും. വറഷുൻ കറഷിൽ മിസ്കി, കസ്തൂരിയുടെ ഗന്ധമുള്ള ജുഷാവും അതുപോലെ തന്നെ വിയർപ്പും മാത്രമായിരിക്കും. യുൽഹമൂന തസ്ബീഹ വ തഖ്ദീസ, അവരിങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് വായിത്തും. എങ്ങനെ വായിത്ത? കമാ യുൽഹമൂന നഫസ്, നമ്മളിങ്ങനെ ശ്വാസം വിടുന്ന രൂപത്തിൽ അവരിൽ അത് ഊട്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതാണ് സ്വർഗവാസികളുടെ പ്രത്യേകതയായി പറയുന്നത്. നാലാമതായി പ്രിയപ്പെട്ട സ്വർഗത്തിലെ പാത്രങ്ങളെക്കുറിച്ച്, ഇന്ന ഫിൽ ജന്നത്തി ഹൈമത്തൻ മിൻ ലുഅ്ലുഅത്തിൻ മുജവ്വഫ, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള മുത്തിൻ്റെ ഉള്ളു കാണുന്ന രൂപത്തിൽ ഒരു ഹൈമത്തുണ്ട്, ടെൻറ്റുണ്ട്. അർളുഹ സിത്തൂന മൈലൻ, അത് 60 മൈല് അതിന് വീതിയുണ്ട്. അപ്പം നീളം അതിനേക്കാൾ ഉണ്ടായിരിക്കും. ഫീ കുല്ലി സാവിയത്തി മിൻഹ അഹ്ലുമ്മ യറൗനൽ ആഖരീൻ, മറ്റുള്ളവരെ കാണാത്ത രൂപത്തിൽ അതിൻ്റെ എല്ലാ മൂലയിലും ഓരോ കുടുംബം ഇങ്ങനെ താമസിക്കുന്നുണ്ടായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജന്നത്താനി മിൻ ഫിദ്ദ ആനിയതുഹുമ വമാ ഫീഹ, എന്നിട്ട് അവിടെ വെള്ളിയുടെ 2 സ്വർഗം അവിടെയുണ്ട്, സ്വർഗത്തോപ്പുകളുണ്ട്. അതിലുള്ള പാത്രങ്ങൾ മുഴുവനും വെള്ളിയുടെ പാത്രങ്ങളായിരിക്കും. വജന്നത്താനി മിൻ ദഹബിൻ, അവിടെ സ്വർണം കൊണ്ടുണ്ടാക്കിയ 2 പ്രത്യേകമായ സ്വർഗത്തോപ്പുകളുണ്ട്. ആനിയത്തുഹുമ വമാ ഫീഹ, ആ സ്വർഗവും അതുപോലെ തന്നെ ആ സ്വർഗത്തിലെ പാത്രങ്ങളുമെല്ലാം സ്വർണ്ണമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വർഗ്ഗക്കാർക്ക് തിന്നാനും കുടിക്കാനും ലഭിക്കുന്നത് സ്വർണം, വെള്ളി. അത് ഇവിടുന്ന് അതിൽ തിന്നലും കുടിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അതുപോലെ തന്നെ 5-മതായി സ്വർഗത്തിലൊരു മരം. എന്തിനത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? സ്വർഗത്തിൻ്റെ ആസ്വാദനങ്ങളും അനുഭൂതികളും എത്രയുണ്ട് എന്ന് ചില വർണ്ണനകളിലൂടെ, വിശേഷണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തണം. മാ ഫിൽ ജന്നത്തി ഷജറത്തുൻ ഇല്ലാ വസാഖുഹാ മിൻ ദഹബിൻ, സ്വർഗത്തിലെ ഏത് മരവുമില്ല അതിൻ്റെ തണ്ട് സ്വർണം കൊണ്ടല്ലാതെയാണ്. സ്വർഗത്തിലുള്ള ഏത് മരത്തിൻ്റെയും തണ്ട് അത് സ്വർണം കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു സ്വർഗത്തിലൊരു മരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ മരത്തിൻ്റെ തണല് താണ്ടിക്കടക്കാൻ 100 വർഷം എടുക്കുന്നതാണ്. അഥവാ ശക്തമായിട്ട്
സ്പീഡിൽ യാത്ര പോകുന്ന ഒരു സഞ്ചാരിക്ക് ഒരു കുതിര സവാരി ചെയ്യുന്ന ഒരുത്തന് അത് താണ്ടിക്കടക്കാൻ 100 കൊല്ലമെങ്കിലും എടുക്കും, ഒരു മരത്തിൻ്റെ തണൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വർഗത്തിലെ മരം, അതിൻ്റെ തണ്ട് സ്വർണ്ണമാണ്, അതിൻ്റെ തണൽ താണ്ടിക്കടക്കാൻ അത്രയും സമയമെടുക്കും. 6ാമതായി സ്വർഗത്തിന് മണമുണ്ട്. നല്ല മണം എന്നുള്ളത് ഏതൊരാളെയും ആകർഷിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. സ്വർഗത്തിൽ നല്ല മണമുണ്ട്. ആ മണത്തിനെ കുറിച്ച് പ്രവാചകൻ പറയണത്, വ ഇന്ന റീഹഹ തൂജദു മിൻ മസീറത്തി 40 ആമ, 40 കൊല്ലം സഞ്ചരിക്കാനുള്ള വഴിദൂരത്ത് നിന്ന് ഒരാൾ മണത്താൽ ആ മണം അങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്തി എല്ലാ ആസ്വാദനങ്ങളും അനുഭവിക്കുന്ന സമയത്ത് ആ മണം ആസ്വദിച്ച് സ്വർഗീയ വാസികളായി അതിൽ ആസ്വദിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുന്നൊരു അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാണ്. 7ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഏതൊരു സ്ഥലത്തും മോശപ്പെട്ടത് മണ്ണായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അദ്ഖൽതുൽ ജന്നത, ഞാൻ സ്വർഗത്തിൽ കയറിയിട്ടുണ്ട്. പ്രവാചകൻ പറയണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. പ്രവാചകൻ സ്വർഗത്തിൽ കയറി. ഫഇദാ ഫീഹാ ജനാബീദുൽ ലുഅ്ലു, അവിടെ മുത്തുകളെ കൊണ്ടുള്ള ചില ടെൻറ്റുകൾ, ചില കൊട്ടാരങ്ങൾ അവിടെയുണ്ട്. വ ഇദാ തുറാബുഹ അൽ മിസ്ക്, അവിടെ ഞാൻ കണ്ട സമയത്ത് അവിടുത്തെ മണ്ണിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കസ്തൂരിയായിരുന്നു അവിടുത്തെ മണ്ണ്. സ്വർഗത്തിലെ മണ്ണ് കസ്തൂരിയായിരുന്നു. 8ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടുത്തെ വസ്ത്രത്തിൻ്റെ പ്രത്യേകത, വയൂദഉ അലാ റഅസിഹി താജുൽ വഖാറ, ഒരു യോദ്ധാവിൻ്റെ തലയിൽ അവനൊരു കിരീടം വെച്ചു കൊടുക്കുന്നുണ്ട്. യുദ്ധം ചെയ്ത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ഒരാൾക്ക് കിരീടം. അഥവാ അവിടുത്തെ വസ്ത്രത്തിനെ കുറിച്ച് പറയുമ്പം തലയിൽ വെക്കുന്ന ഒരു കിരീടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അൽ യാഖൂതതു മിൻഹാ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, അഥവാ ദുനിയാവിലുള്ള എല്ലാം കൊണ്ട് അലങ്കരിച്ചാലും എത്താൻ സാധിക്കാത്ത രൂപത്തിലുള്ള അത്രയും മൂല്യമുള്ളതാണ്. അവൻ്റെ തലയിൽ ചാർത്തി കൊടുക്കപ്പെടുന്ന ഒരു ചെറിയ കിരീടത്തിൽ വെക്കുന്ന ഒരു ചെറിയ മുത്തിൻ്റെ പ്രത്യേകത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഒരു മുത്തിനാണ് ആ പ്രത്യേകത, കിരീടത്തിലുള്ള. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ സന്താനങ്ങളെ ഹാഫിളുകളാക്കി മാറ്റില്ല. പ്രായമുള്ളവർ എൻ്റെ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. നമുക്ക് പേരക്കുട്ടികളുണ്ടെങ്കിൽ ഒരു പേരക്കുട്ടിയെങ്കിലും ഹാഫിളാക്കി മാറ്റിയാൽ, കാരണം പരലോകത്തെത്തുന്ന സമയത്ത് ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു ഉപ്പാൻ്റെ ഒരു മകൻ്റെ ഉമ്മയുടെ തലയിൽ കിരീടം ചാർത്തി കൊടുക്കുന്നുണ്ട് എന്ന് സ്വഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, സ്വർഗത്തിലെ മുന്തിയ ഉടയാടകൾ അവരെ ധരിപ്പിക്കുക. അതിൻ്റെ കാരണം എന്താ? ഖുർആൻ കുട്ടിയെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം പറയുക എന്ന് ഹദീസിലുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ അവന് എത്തിപ്പെടാൻ സാധിക്കാത്ത ദറജയിൽ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന സമയത്ത് ആ മനുഷ്യൻ അത്ഭുതപ്പെടും. പടച്ചോനെ, ഇത്രയൊക്കെ സ്വർഗത്തിൽ പദവി കിട്ടാൻ മാത്രം വലിയ പുണ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പം പറയും, ബിസ്തിഗ്ഫാരി വലദിക്കുമാ, നിങ്ങളുടെ 2 പേരുടെയും മക്കളുടെ പാപമോചനം കാരണത്താലാണ് നിങ്ങൾക്ക് ഈ പദവി കിട്ടിയതെന്ന്. അപ്പം മക്കളുടെ സൽക്കർമ്മം നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നത് ഈ ഹദീസ് നമുക്കുള്ള പാഠമാണ്. അപ്പോൾ സ്വർഗത്തിലെ വസ്ത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്നർത്ഥം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിൻ്റെ നല്ല ചന്തമുള്ള സൗന്ദര്യമുള്ള പട്ടിൻ്റെ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുല്ലത്തൊക്കെ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അഥവാ നല്ല ഹുല്ല ധരിക്കുകയാണെങ്കിൽ, ഹുല്ലയുടെ പ്രത്യേകത യമനിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ബുർദകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കുകയാണെങ്കിൽ അത്ര ചന്തമുള്ളൊരു മനുഷ്യൻ ആ കാലഘട്ടത്തിലില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികൾക്ക് ഉദ്ധരിക്കാറുണ്ട്. ഇത്രയും ചന്തമുള്ള അയകളുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അത് അവർ വെറുതെ വർണ്ണിച്ച് പറയില്ല, അത്രയും സൗന്ദര്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിൻ്റെ വസ്ത്രം കൊണ്ടുവന്ന് ഹദിയ കൊടുക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കൂല. അപ്പോൾ സ്വഹാബികൾക്ക് അത്ഭുതം. ഒന്നെന്താണ്? റസൂൽ ഇത് ധരിച്ചാൽ തന്നെ നല്ല സൗന്ദര്യമാണ്, പിന്നെ ഇത് വിലയുള്ള മൂല്യമുള്ള പട്ടിൻ്റെ വസ്ത്രം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അതഅജബൂന മിൻ ഹാദിഹി, ഇത് ഒഴിവാക്കിയാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്. ലമനാദിലു സഅദിൻ ഫിൽ ജന്ന ഖൈറും മിമ്മാ തറൗൻ. സഅദ് ഇബ്നു മുആദ് അത്രയും ജീവിതത്തിൽ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം മരിച്ച സമയത്ത് അർശൊന്ന് കുലുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ചെറിയ കുട്ടികൾക്ക് വരെ ഖബറിൽ വെക്കുന്ന സമയത്ത് ഒരു കുടുസത ഉണ്ടാവും, ഖബറൊന്ന് നെരുങ്ങും, എന്നിട്ട് ഖബറ് വീണ്ടും വിശാലതാവും. എന്നാൽ മുനാഫിക്കിൻ്റെ ശരീരമോ ഖബറിന് നെരുങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ വാരിയെല്ലുകൾ കൂട്ടിമുട്ടുന്ന രൂപത്തിൽ അതങ്ങോട്ട് നെരുങ്ങും ഖബർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിന് ആരും രക്ഷപ്പെടില്ല, ഒരു കുട്ടിക്ക് വരെ ഉണ്ട്. ആ നെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് അത്രയും പ്രത്യേകത ഇസ്ലാമിലുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്, ഞാൻ ഈ പട്ടിൻ്റെ വസ്ത്രം ഒഴിവാക്കിയാണ് അത്ഭുതപ്പെടുത്തുന്നത്. മുആദിന് സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു ടവൽ ഉണ്ടല്ലോ, ലമനാദിലു സഅദിൻ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിൽ ലഭിക്കുന്ന
ഒരു ടവലുണ്ടല്ലോ, മിന്തിയിലുണ്ടല്ലോ, ഖൈറു മിമ്മ തറൗന, ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് സ്വർഗ്ഗത്തിലെ ടവലിൻ്റെ പ്രത്യേകതയാണത്.